തിരുവണ്ണാമലയ്ക്ക് വന്ന റൂമൊക്കെ കിട്ടും. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് റൂമെന്ന് പറഞ്ഞിട്ട്. ഇവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ ഒരു മല കാണില്ലേ, ചെറിയൊരു മല കാണില്ലേ, ആ മലയാണ് നമ്മൾ കയറാൻ പോണത്. ആ മലയുടെ മേലെ കയറി കഴിഞ്ഞാൽ ഒരു ചെറിയ വ്യൂ പോയിന്റ് കാണാം അമ്പലത്തിൻ്റെ, അരുണാചലേശ്വര ക്ഷേത്രത്തിൻ്റെ. അപ്പോൾ അത് കാണാനാണ് നമ്മൾ നടക്കുന്നത്. ഇതൊരു ഉൾഗ്രാമമാണ്. ഇപ്പോൾ നടന്നു പോവാണ്. ഈ ഗ്രാമത്തിന് ഇടയിൽ കൂടെ പോയിട്ട് വേണം നമ്മൾക്ക് അമ്പലം കാണാൻ. ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല, അങ്ങോട്ട് കടക്കാനുള്ള ചെറിയൊരു പാലം. ഇവിടെ ചെറിയൊരു കോവിലുണ്ട്. കോവിലിൻ്റെ കുറച്ച് നേരം മുന്നിൽ പോയി കഴിഞ്ഞാലാണ് ആ മലയുടെ അവിടേക്ക് എത്തുള്ളൂ. ചാത്തൻകോഴി ഭദ്രകാളിയുടെ ഒക്കെ കോവിലെന്ന് തോന്നുന്നു, കാളി. ഇങ്ങനെ കയറണം ചെറിയൊരു മല. എങ്ങനെയുണ്ട് നായ? ഇവിടുത്തെ ആൾക്കാരാണ് പോരെ. ചെറിയ മലയാണ്, വലിയൊന്നുമില്ല. കുറച്ചുകൊണ്ട് എത്തിക്കഴിഞ്ഞാലേ അവിടെ കുറച്ച് മലയുടെ അവിടേക്ക് എത്താം. അപ്പോൾ അരുണാചലം വ്യൂ പോയിന്റ് കാണാൻ പറ്റും. അപ്പോൾ നല്ല രസമുണ്ടല്ലേ, അത് മരങ്ങളൊക്കെ ആയിട്ട്. ഓപ്പണല്ലേ. ഇവിടുത്തെ ആൾക്കാർ വീടൊക്കെ കണ്ടില്ലേ, ചോന്ന മണ്ണ് കൊണ്ട് കെട്ടിയിട്ട് ഷീറ്റ് മറച്ചിട്ട് ഇങ്ങനത്തെ വീടൊക്കെയാണ് ഇവിടെ ഒരുവിധമൊക്കെ. അപ്പോൾ മാട് വീടുകളൊക്കെ കേട്ടോ ഇവിടുത്തെ. നടക്കാളിപ്പല്ല, ചെറിയ കയറ്റമാണ്. നമ്മൾ മല കയറിയിട്ട് കുറച്ച് കാലമായി, അത് കാരണം കിതപ്പ് വന്നു. ഇതവിടെ അരുണാചലേശ്വരം ടെമ്പിൾ കാണുന്നുണ്ട്. ചെറുതായിട്ട് മഞ്ഞ് മൂടിയിട്ട്. ഒന്നുകൂടി രാവിലെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പം നല്ല മഞ്ഞല്ലേ. ഇങ്ങനെ പോകണം ഇനി ഒറ്റത്തേക്ക്. യോഗയാണ്. ഈ യോഗ ചെയ്യണല്ലേ, അതാണ് മലയുടെ മേലെ കാണാനുള്ളത്. യോഗയുടെ എന്ത് സംഭവം തോന്നുന്നു. ചെറിയൊരു കാട് തന്നെയാണ്, നല്ല കൂളിങ്. ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. ഇങ്ങനെ പോകണം. പരിചയമില്ലാത്തവരെ കാണുമ്പോൾ നായ്ക്കൊരു നോട്ടമുണ്ട്. ആരോടാ ഞങ്ങളെ ടെറിട്ടറിയിൽ വന്നുള്ളതെന്ന് പറഞ്ഞിട്ട്. പേടിക്കാനൊന്നുമില്ല, ഒക്കെ സാധുക്കളാണ്. സർപ്പക്കാവ് ഇവിടെ വേറൊരു കോവിൽ, നാഗന്മാരുടെ കോവിൽ. അതെ, അവിടെ കണ്ടോ നാഗന്മാർ വരയ്ക്കാൻ തോന്നുന്നു. ഒരാല്. ഇവിടെ കുറേ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്, അതൊക്കെ ഞങ്ങൾ കയറി. നല്ല രസമാണ്, നല്ല കൂളിങ്ങാണ്. ഞങ്ങൾ ഇത്രയും വെയിൽ കൊണ്ട് വന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് എത്തുമ്പോൾ എന്തൊരു കൂളിങ്. ഒരുപാട് നായകളുണ്ട് ഇവിടെ. ഇവിടെ കൈയും കാലൊക്കെ കഴുകാൻ തോന്നുന്നു. വെള്ളം വരുന്നുണ്ട്, മലയുടെ മേലിൽ വരുന്ന വെള്ളം തോന്നുന്നു. പോയേക്കാം. ചെറിയൊരു വെള്ളം വരുന്നുണ്ട്, ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന വെള്ളം തോന്നുന്നു. ആ വെള്ളം തിരിക്കാൻ വലിയ എത്ര ഇത് കിണറാന്നുള്ളു, ചെറിയ കിണറാണത്. രസമുണ്ടല്ലേ വെള്ളം കാണാൻ, തെളിഞ്ഞ വെള്ളം. അമ്പലത്തിൽ നിന്ന് കഴുകിയ വെള്ളം. വ്യൂ പോയിന്റ് എവിടെയാണാവോ? ഒരു ചെറിയ ക്ഷേത്രം അവിടെ ഉണ്ട്. ഇനി കയറാണ്ട് തോന്നുന്നു വ്യൂ പോയിന്റിലേക്ക്. അങ്ങനെ പോകണം. ആ വഴി കയറുമ്പോൾ വിലങ്ങ് വീഴൂല്ലേ, വേറെന്താ വഴിയെന്ന് തോന്നുന്നു. ഇങ്ങനെ പോവാം കാട്ടിക്കൂടെ. ചന്ദന ഏത്? ഇതൊക്കെ ചന്ദനാണോ? ഓ, ചന്ദനക്കാട്ടിൽ നിൽക്കണല്ലേ. അവിടെ എഴുതി നോക്കുമ്പോൾ കൈ വിലങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. ചന്ദനത് ചെറിയ മരല്ലേ, ചന്ദനക്കാട്. അയ്യോ, ആരെ പേടിച്ചു. ഇവിടെ വേറെ ടെമ്പിൾ ഉണ്ട്. ഇത് ചന്ദനല്ല, ചന്ദന എൻ്റെ വീട്ടിലുണ്ട് ഒരു മരം. ചന്ദന അല്ല, ചന്ദനല്ലടാ, ഇതിൽ മരം കണ്ടില്ലേ, ഒരു പച്ച ഷേഡാണ്. അതൊക്കെയാവും ചന്ദനങ്ങൾ. ആ വരോടെ പടയ്ക്കാം.
അറിയണവർ കൂടെ വേണം, അല്ലെങ്കിൽ നമുക്കൊരു നടക്കില്ല. ഈ ഗൈഡൊക്കെ അല്ലേ സംഭവം ഒരു വെറൈറ്റി ആണ്. പോയേക്കാം, വരവൊക്കെ കൂടെ പോവാം. നമ്മളാ ക്ഷേത്രം കാണാൻ പറഞ്ഞില്ലേ, വ്യൂ പോയിന്റ്, അത് ആ മേലയുടെ മേലെ കയറുന്നവർ അവിടെ ആയിട്ട് കാണാൻ പറ്റുന്ന പറയണം. ഇതാണ് സംഭവം മേലയുടെ ഹൈലൈറ്റ്, വ്യൂ പോയിന്റ് കാണല്. കുറേ വേസ്റ്റല്ല കിടക്കുന്നതൊക്കെ. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. അവിടെ പോലീസിൻ്റെ ഒരു ബോർഡ് ഉണ്ട്, അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വിലങ്ങ് വീഴുന്നു. ഫുള്ളും ചന്ദനക്കാടാണ്, ചന്ദനമരം കാണണം അവിടെയൊക്കെ. ഒരു ഫാമിലി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കൂടെ കൂടി. നമുക്കിവിടെ അറിയില്ല, ചോദിക്കുമ്പോൾ വല്ലാണ്ട് മനസ്സിലാവണമൊന്നുമില്ല. ഫുള്ള് ഉൾഗ്രാമ വീടുകളാണ് ഇവിടെ. അപ്പുറം അമ്പലം നമുക്കിവിടെ നോക്കി കാണില്ല. നമുക്കിതിൻ്റെ കറക്റ്റ് വ്യൂ പോയിൻറ്റ് മലയുടെ മേലെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഫാമിലി അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളൊരു ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു അവർക്ക്. അപ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് പാലപ്പൂവിൻ്റെ വേണം. പാലല്ലടാ അത്, നല്ല മണം. ഇതെന്ത് പോവാ? പാലല്ലേ? ഇത് പണ്ടിൻ്റെ അച്ചാച്ചൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഈ സാധനം. സെയിം മണം. അപ്പോൾ ആ മരമൊക്കെ മുറിച്ചു. കുട്ടിക്കാലത്ത് ഈ മണം ഞാൻ ആസ്വദിച്ചിരുന്നു. ഞങ്ങട്ടില്ല അല്ലേ? ഉണ്ട്, കയറാൻ പറ്റാമെന്ന്. ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു വീടൊക്കെ? ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു? കണ്ട കുറേ വീടുകളുണ്ടല്ലോ ഇവിടെ. ഇവിടെ ജീവിക്കാൻ എളുപ്പമല്ല. കണ്ട കോവിലാടാ, അതൊക്കെ കോവിലായിരുന്നു, അതൊക്കെ അമ്പലമായിരുന്നു. കണ്ടാ അത് അമ്പലങ്ങളാ. ടൈലൊക്കെ. നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്, എവിടെയാണാവോ? ആ ഇങ്ങനത്തെ വിലങ്ങിടണ വഴിയില്ലേ, അവിടെയെന്ന് തോന്നുന്നു കാണും. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഒരു ഇടുങ്ങിയ സ്ഥലം, കാട്ട്, നല്ലൊരു കാട്. ഇവിടെ മുന്നേ ക്ഷേത്രങ്ങളായിരുന്നു, ഇപ്പോൾ ക്ഷേത്രങ്ങളൊക്കെ തകർന്നു. അങ്ങനത്തെ ഏരിയ. നമ്മൾ വന്നത് അരുണാചലേശ്വരത്തിൻ്റെ വ്യൂ പോയിന്റ് കാണാനാണ്. നോക്കുമ്പോൾ മൊത്തം മരങ്ങളാണ് ഇവിടെ. ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ നിന്ന് കാണാം, പിന്നെ മലയുടെ മേലേക്ക് കയറണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറിയ അരുണാചല വ്യൂ പോയിന്റ് കാണാം. കാടായ കാരണം ഒന്നും പറ്റില്ല. അരുണാചലേശ്വരം വ്യൂ പോയിന്റ് ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ എത്തി ഞങ്ങൾ. ആ കാണുന്നതാണ് അരുണാചലേശ്വരം വ്യൂ പോയിന്റ്. ഇപ്പോൾ ക്ഷേത്രം കാണുന്നുണ്ടോ? ഇതാ മലയുടെ മേലെ ഇരുന്ന് കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. എന്ത് രസം. കോടമഞ്ഞ് നിറഞ്ഞിട്ട് 4 ഗോപുരമുണ്ട്. 4 അല്ല ഒന്നുമല്ലേ? വലിയ എൻട്രൻസിൻ്റെ അവിടെ വലിയ ഗോപുരമുണ്ട്. ഹൈറ്റ് കൂടുതൽ. ബാക്ക് സൈഡ് ഹൈറ്റ് കൂടുതൽ, സൈഡ് ഹൈറ്റില്ല. സംഭവം അടിപൊളി തന്നെയാണ്. അവിടെ ഒന്ന് ഇറങ്ങിപ്പോവാ. ഇപ്പോഴാണ് കറക്റ്റ് വ്യൂ പോയിന്റ് കിട്ടുന്നത്. ശരിക്കും ഇതാണ് ടെമ്പിൾ, അരുണാചലേശ്വര ടെമ്പിൾ. നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്, ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ മലയുടെ മേലെ ഒരു അമ്പലം ഉണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് വന്നതാണ്. നമ്മൾ കയറേണ്ട മലയാണ് അവിടെ, അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. പകരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇറങ്ങാം, പോകടങ്ങ. നല്ല രസമുള്ളൊരു ഏരിയയാണ്, നല്ല കൂളിങ്. നമ്മൾ മലയുടെ മേലെ നിൽക്കണത്, അതിൻ്റെ ഒരു വൈബ് വേറെ തന്നെയാണ്. ഇവിടെ ആൽമരങ്ങൾ, ക്ഷേത്രങ്ങളോട് കുറേ പേരൊക്കെ ഇരിക്കണമൊക്കെ ഉണ്ട്. സംഭവം ക്ലാസ് തന്നെയാണ്. കാലൊന്ന് ജസ്റ്റ് കഴുകുക. കാല് കഴുകുക. അവിടുന്ന് വരുന്ന വെള്ളത്തിന് ബാലൻസ് എടാ. ജസ്റ്റ്
എന്തായാലും ഞങ്ങളിപ്പോൾ ഇറങ്ങി നല്ലൊരു ആശ്രമം ഇട്ടുക കാണുന്നില്ല. ജസ്റ്റിന് വേഗം ഇറങ്ങാം. കുറേ പിള്ളേരൊക്കെ വരണ്ടല്ലോ കാണാൻ. കാട്ടുപന്നിയല്ലത്. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇളകാണ്ടെന്നോ? അയ്യോ അതരണ്ടാ. നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കണ്ടല്ലോ. അത് പൊക്കോട്ടെ, അത് പൊക്കോട്ടെ. കാട്ടുപന്നി എന്തൊക്കെ കാണാൻ കിട്ടണല്ലേ. എന്നാലും ഇങ്ങനെ കാട്ടിക്കെട്ടുന്ന സംഭവം കാണാൻ ഭയങ്കര രസമല്ലേ. പോയി നമ്മൾ ഇടിക്കൂട്ടാ. ഒട്ടുക്കത്തെ വില ഇനി വീഡിയോ കണ്ടില്ലേ ഗേറ്റ് പൊളിച്ചിടുന്നത്. ആ വലുതുണ്ടാവും. ഒരു പുല്ലല്ലേ ഇതിന് പോണു. കടുവരി പോയില്ലേ. നല്ല കറക്റ്റ് ടൈമിൽ വന്നല്ലേ അവര് മുന്നേക്ക്. വെള്ളം കയ്യിലുണ്ടല്ലോ. നാരങ്ങ വെള്ളം കുടിക്കാല്ലേ. ഒരു കിടാവ് അവിടെ നാരങ്ങ വെള്ളം നിൽക്കാൻ വയ്ക്കുന്നുണ്ട്. എന്തായാലും ജോലി ചെയ്യുകയാണ് കിടാവ്. അവിടെ കുറേ പിച്ചെടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ. ഇവിടെ കിടാവ് ജോലിയും ചെയ്യുന്നുണ്ട്. നമുക്ക് ജോലി ചെയ്യുന്നതെന്ന് മേടിക്കാല്ലേ. ലെമൺ സോഡ ഉണ്ട് കുട്ടികൾ നിൽക്കാൻ പറ്റുന്നത്. കൂളിങ്. ആ അവിടെ വെള്ളപ്പന്നി ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ. എൻ്റെ ഇടയിൽ ഉണ്ടോ? അല്ലല്ലേ വിഷ്ണു ഡോസിലെ. ഓക്കെ.